ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ തേങ്ങ ചാനൽ ഒരു കൂടി സ്വാഗതം. അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഗൗരാമിയില്ലേ, ഒരു വർഷം പഴക്കമായി നമ്മുടെ ഗൗരാമിനെ നമ്മൾ അതിന്റെ വളർച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ വലിയ കുളം, നമ്മുടെ പിരാനക്കുളം ബൈക്ക് എടുക്കുന്ന ഈ പിരാനക്കുളത്തിലോട്ട് മാറ്റാൻ പോകുക കേട്ടോ. അപ്പൊ നേരെ വിട്ടല്ലോ നമ്മുടെ വീട്ടിലോട്ട്. നമ്മൾ രാവിലെ തന്നെ മോട്ടറൊക്കെ വെച്ച് നമ്മുടെ വെള്ളമൊക്കെ അടിച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പിടിച്ച് മാറ്റാം, നമ്മുടെ ഗൗരാമിനെയൊക്കെ നമുക്ക് പിടിക്കാട്ടാം. അപ്പോൾ കുളത്തിൽ നമ്മൾ അടിയിലൊക്കെ ഇങ്ങനെ മണ്ണ് വിരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിൽട്രേഷൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നില്ല. നമുക്ക് അക്വഫോണിക്സ് രീതിയിൽ ചെയ്തൊരു കുളമാണ്. ഇതൊക്കെ ഒന്ന് പാളിയപ്പോൾ നമ്മളിതിനെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു നാച്ചുറലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിൽറ്റർ കാര്യങ്ങളൊന്നും ഇല്ല, ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മീനുകൾ കണ്ടില്ല, എല്ലാം ഇവിടെ മോട്ടറിൻ്റെ അടുത്തൊന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നിനായിട്ട് പിടിച്ചങ്ങോട്ട് മാറ്റണം. അതിനെ പിടിക്കാൻ പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം ഇതിൻ്റെ ചാട്ടം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, നല്ലപോലെ ചാടും. അതുപോലെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ അമർത്തിയൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ കറി വയ്ക്കാനൊന്നുമല്ലല്ലോ നമ്മൾ കൊണ്ടുപോകണം, നമ്മൾ നേരെ ഇവിടെ കുളത്തിലോട്ട് മാറ്റാനല്ലേ. അതുകൊണ്ട് തന്നെ ഒരു മയത്തിലൊക്കെ പിടിച്ചാലേ നടക്കുള്ളൂ. പക്ഷെ മയത്തിൽ പിടിക്കാൻ ഇവർ നിന്ന് വരില്ല. നല്ല പടയാണ്, നല്ല അട്ടിയാണ് ഇവരിൻ്റെ. ഞാൻ കുറേ അങ്ങ് ട്രൈ ചെയ്ത് നോക്കി, ഏതും നടക്കുന്നില്ല കേട്ടാ. എല്ലാം ഇരിക്കുമ്പോൾ നമ്മളെ കണ്ടില്ലേ, ചാടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, നമുക്ക് നെറ്റ് ഇറക്കിയിട്ട് കോരു തന്നെ വഴിയുള്ളൂ. പക്ഷെ നോക്കാനും പറ്റില്ലല്ലോ, പിടിച്ചമർത്താനും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ മണിബ്രോനെയൊക്കെ ഇറക്കി രണ്ടാളും കൂടി മെല്ലെ പയ്യൊന്ന് കോരി നോക്കുകയാണ്. മീനുകളൊക്കെ ഒന്ന് രണ്ട് കോരിൽ തന്നെ കിട്ടും. പിന്നെ ഇതിലൊരു വാളയുണ്ട് കേട്ടോ. നമുക്ക് കുളത്തിലല്ല, നമ്മുടെ പുഴയിൽ ഇതുപോലെ വലയിട്ടപ്പോൾ എനിക്കൊരു കുഞ്ഞ് വാളക്കുട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാളക്കുട്ടീനെയും കൂടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ വലുപ്പം എന്താണെന്ന് അറിയില്ല. ഇനി അതും പിടിച്ചു വരണം. കാരണം ഇതിലോട്ട് നമ്മൾ തിലോപ്പിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ തിലോപ്പിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വാളയ്ക്ക് നല്ല കുശാലായിരിക്കും, അടിച്ചുകൊണ്ടേയിരിക്കും അവന്മാർ. പെട്ടെന്ന് വാള വലുതാവും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല. അപ്പം നമ്മൾ വാളിന് ഇതിന്റെ കൂടെ തന്നെ പിടിച്ചു മാറ്റാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ആദ്യത്തെ കോരൽ തന്നെ അത്യാവശ്യം നമ്മുടെ മീനുകളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ ഒരു വർഷം പ്രായമായ ഗൗരാമിയുടെ കുട്ടികളാട്ടോ. ഇതാ വാളയും കിട്ടി, ആദ്യത്തെ കോരൽ തന്നെ വാള കിട്ടി. ഏട്ടൊരു ഫോട്ടോ എടുക്കടാ. നമ്മുടെ ഗൗരാമി വേണ്ട, പിങ്കും അതുപോലെ തന്നെ ബ്ലാക്കും ആട്ടോ നമ്മുടെ ഉള്ളത്. എല്ലാം ഏകദേശം ഒരു വർഷമോളം പ്രായമായ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഒരു വർഷം വരെയൊക്കെ നമ്മുടെ താർപ്പായുടെ കുളത്തിൽ തന്നെയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇനി നമ്മുടെ വലിയ കുളത്തിലോട്ട്, നമ്മുടെ പിരാനക്കുളം ഇനി ഗൗരാമി കുളമൊക്കെ പോവുകയാണ്. നമ്മുടെ ഗൗരാമികളൊക്കെ ഉണ്ടല്ലേ, ഏകദേശം ഒരു വർഷമായ ഗൗരാമികളും നമ്മൾ കംപ്ലീറ്റ് ആയി എടുത്ത് നമ്മൾ എറണാകുളത്തൊരു ഫിഷ് ഫാമിൽ നിന്നുണ്ടോ. നമ്മുടെ കുറേ കാലത്തൊരു ആഗ്രഹമാണ് ഗൗരാമി വളർത്തുക. നമ്മുടെ പിരാനക്കുളം ഇനി മാറിയിട്ട് ഗൗരാമിക്കുളം ആക്കാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പൊ ഇത് എടുത്തപ്പോൾ തന്നെ 21 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞു വലുപ്പം, ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് സൈസ്, 2 ഇഞ്ച് സൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഒന്നും പോയിട്ടില്ല കേട്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടി. അത് ആ ഫാമിന്റെ ഗുണമായിരിക്കാം, ആ മീനിന്റെ ഗുണമായിരിക്കാം. നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്തിട്ടാണ് ഇത് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊന്നും പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു ചിലതൊക്കെ കണ്ടില്ലേ, 250 ഗ്രാമിന്റെ സൈസൊക്കെ വന്നിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ. നമ്മുടെ ഇനി വലിയ കുളത്തിലാകുമ്പോൾ അവർക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം, നല്ല അടിപൊളിയായിട്ട് എല്ലാവിടെയും പോയിട്ട് ജീവിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ വലിയ കുളത്തിലുണ്ട്. ഇനിയിപ്പോൾ 2-3 കൊല്ലം, 3-4 വർഷമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ടൈമൊക്കെ. അപ്പോൾ അത്രയും കാലം നമുക്ക് നമ്മുടെ വലിയ കുളത്തിൽ തന്നെ വളർത്താം. ഇതുവരെ നമ്മളിപ്പോൾ നമ്മുടെ ഗൗരാമിക്ക് ഫീഡ് ചെയ്തിരിക്കുന്നത് പെല്ലറ്റ്. രാവിലെ പെല്ലറ്റ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കും. പിന്നെ അതിൽ വൈകുന്നേരം വരെ അത് കഴിച്ചോളും. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ മുരിങ്ങയുടെ ഇല അടുത്ത 2-3 ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മുരിങ്ങയുടെ ഇല കളക്ട് ചെയ്തുകൊണ്ട് ഇടണം. അതുപോലെ അത്യാവശ്യം താളുണ്ട്, ചേമ്പിൻ്റെ ഒരു വെറൈറ്റി ഐറ്റം താളുണ്ട്. അപ്പോൾ ആ താളിൻ്റെ ഇലയും കുറച്ച് കിട്ടുന്നതൊക്കെ പൊട്ടിച്ചോണ്ട് ഇടണം. അപ്പോൾ അതിനൊന്ന് അഡാപ്റ്റ് ആയി വരണം, ആ തീറ്റയോടൊന്ന് മീനൊന്ന് അഡാപ്റ്റ് ആയി വരാനുണ്ട് കേട്ടോ. അങ്ങനെ അതിനോടൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഗൗരാമി. കാരണം ഫീഡിന് ഒരു കോസ്റ്റും ഇല്ല. പിന്നെ ഇതൊന്ന് ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്കും സുലഭമായ കുഞ്ഞുങ്ങളും കിട്ടും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചിലവൊന്നുമില്ല. അങ്ങനെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് വളർത്താൻ പറ്റിയൊരു മീൻ കൂടിയാണ് നമ്മുടെ ഗൗരാമി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗരാമിലേക്ക് നമ്മൾ പിരാനക്കുളത്തിലോട്ട് ഇറക്കി കേട്ടോ. അപ്പോൾ സംഭവം ആൾക്കാർക്ക് ഇത് വലിയൊരു കുളം കിട്ടിയപ്പോൾ നല്ല ഫ്രീഡം കിട്ടിയ പോലെയാണ്. നല്ല അടിപൊളിയായിട്ട് ഇനി കളിച്ച് നടക്കാം. പിന്നെ നമ്മുടെ ഗൗരാമിയുടെ കാര്യം പറയാലോ, ഒരു വർഷം കൊണ്ട് ഏകദേശം നല്ലൊരു വലുപ്പം തന്നെ വന്നിട്ടുണ്ട്. ഒരു 250 ഗ്രാം വലുപ്പമൊക്കെ ബ്ലാക്ക് വന്നിട്ടുണ്ട്. റെഡ് അല്ല, നമ്മുടെ പിങ്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ.
എങ്കിലും ഒരു മാന്യമായിട്ടുള്ള വലിപ്പം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മേടിച്ചതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി അറിയണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഈ വീഡിയോയുടെ താഴെ തന്നെ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ അവിടുത്തെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് 21 പീസ് എടുത്ത് 21 പീസിന് യാതൊരുവിധ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഇത്ര ദിവസമായിട്ടില്ല, ഇനി അങ്ങോട്ട് ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ ഇനി ഒരു 3 വർഷം കൂടി ഈ കളത്തിൽ കിടന്നാലേ ബ്രീഡിങ്ങിനുള്ള സമയമാവുള്ളൂ. അപ്പോൾ ആ ബ്രീഡിങ് ചെയ്തിട്ട് ആ കുഞ്ഞു കാര്യങ്ങളെല്ലാം അപ്പോൾ ഇനിയുള്ള അപ്ഡേഷൻ കംപ്ലീറ്റ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ല ഇതിലെ വീഡിയോ വീണ്ടും കാണാം.